വയനാടൻ ചുരത്തിലെ മാനന്തവാടി കൽപ്പറ്റ പാതയിൽ വശ്യമനോഹരമായ കാഴ്ചകളുള്ള ഒരു റോഡായിരുന്നു അത്. എങ്കിലും അതൊരു ഭീകരമായ വളവായിരുന്നു. കാരണം ആ വളവിൽ സ്ഥിരമായി അപകടങ്ങൾ നടക്കുമായിരുന്നു. ഒരപകടം കഴിഞ്ഞാൽ അധികം വൈകാതെ മറ്റൊന്ന്. രാത്രികാലങ്ങളിൽ അതുവഴി പോയ യാത്രക്കാർ പലരും വഴിയിൽ ഒരു സ്ത്രീരൂപത്തെ കണ്ടതായി പറയാൻ തുടങ്ങി. ആ സ്ത്രീ പെട്ടെന്ന് റോഡിലേക്ക് ചാടുന്നു, അല്ലെങ്കിൽ വാഹനത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, അതല്ലെങ്കിൽ റോഡിന് കുറുകെ നിൽക്കുന്നു എന്നെല്ലാമായിരുന്നു കഥകൾ. ഡ്രൈവർമാർ വണ്ടി വെട്ടിക്കുമ്പോൾ അപകടങ്ങളുണ്ടാകുന്നു. ചിലർ വാഹനത്തിൽ എന്തോ വന്ന് ഇടിച്ച ശബ്ദം കേട്ടതായും എന്നാൽ ഒന്നും കണ്ടില്ലെന്നും പറഞ്ഞു. ഈ സംഭവങ്ങൾ പതിവായപ്പോൾ നാട്ടുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. പോലീസും വിഷയത്തിൽ ഇടപെട്ടു. എന്നാൽ ഒരു തുമ്പും കണ്ടെത്താനായില്ല. ഈ ഘട്ടത്തിൽ പലരും ഈ വളവിന് ഒരു പേരിട്ടു: സുമതി വളവ്. ഈ പേരിന് പിന്നിൽ ഒരു ദുരന്തകഥയുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. ആരായിരുന്നു സുമതി? വളവിനടുത്തുള്ള ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന സാധാരണക്കാരിയായ യുവതിയായിരുന്നു സുമതി. തന്റെ മാതാപിതാക്കൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അവൾക്ക് തന്റെ ജോലി ഏറെ ഇഷ്ടമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും ചിരിയോടെയും സംസാരിക്കുന്ന സുമതിയെ ആ തോട്ടത്തിലെ ജോലിക്കാർക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പതിവുപോലെ ജോലി കഴിഞ്ഞ് റോഡ് മുറിച്ചു കടക്കുമ്പോൾ അമിതവേഗതയിൽ വന്ന ഒരു ജീപ്പ് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. വളവ് തിരിഞ്ഞു വന്നതുകൊണ്ട് ജീപ്പ് ഡ്രൈവർക്ക് പെട്ടെന്ന് വണ്ടി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സുമതി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സുമതിക്ക് നീതി ലഭിക്കാനായി അവളുടെ ആത്മാവ് ഈ വളവിൽ അലഞ്ഞുതിരിയുന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായി അപകടങ്ങളുണ്ടാകുന്നതെന്നും ആളുകൾ ഉറച്ചു വിശ്വസിച്ചു. ഈ കഥ അറിഞ്ഞതോടെ നാട്ടുകാർക്ക് പേടികൂടി. അവർ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു വഴി കണ്ടെത്തി. സുമതിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി അവർ ആ വളവിൽ ഒരു കാവിലമ്മയെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം അപകടങ്ങൾ കുറഞ്ഞതായി പറയപ്പെടുന്നു. ഈ കഥ തലമുറകളായി കൈമാറി വരുന്നു. ഈ കഥയിലെ സുമതിയുടെ മരണം, അപകടങ്ങൾ, അന്വേഷണങ്ങൾ എന്നിവയെല്ലാം പരമ്പരാഗതമായി ആളുകൾ പറഞ്ഞുകേട്ട വിവരങ്ങളാണ്. ഇതിന് യാതൊരു തരത്തിലുമുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ലഭ്യമല്ല. എങ്കിലും ഈ കഥ ഇപ്പോഴും ആളുകൾ ഭയത്തോടെയും ആകാംക്ഷയോടെയും ഓർക്കുന്നു. ഒരു ദുരന്തകഥ, ഒരു ഭാവനാപരമായ രചന. ദയവായി ശ്രദ്ധിക്കുക, ഈ കഥ ഒരു ഐതിഹ്യവും കേട്ടുകേൾവിയും മാത്രമാണ്. ഇതിന് ചരിത്രപരമായ ഒരു അടിത്തറയുമില്ല.